നമസ്കാരം. ഇന്ന് ബീട്രൂട്ട് കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായുള്ള ഹലുവ റെഡിയാക്കാം. ഹലുവ ഉണ്ടാക്കാൻ വേണ്ടി 2 മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്ത് കഴുകി കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് ഇനി എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ഇനി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 3/4 ഭാഗം ആദ്യം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ച് ബൗളിൽ അരിപ്പ് വെച്ച് ഇനി അരിച്ചെടുക്കാം. ഇനി ഈ പീര കളയേണ്ട ആവശ്യമില്ല. നാളെ കേസരി ഉണ്ടാക്കി കാണിച്ചു തരാം. ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അടുപ്പത്ത് പാൻ വെച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സിങ് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് കുറുകി വരാൻ തുടങ്ങി. ഇനി ഉരുക്കി വെച്ച ശർക്കര പാനിയാണിത്. ആവശ്യത്തിനനുസരിച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 1 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും ചേർത്ത് ഇനി ഒരു ബൗളിൽ മിക്സ് ഡ്രൈ ഫ്രൂട്ടാണിത്, അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, ഞാൻ 2 പ്രാവശ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ ഹലുവ കുറുകി വന്ന് ഇനി ഒരു പ്ലേറ്റിൽ വെളുത്ത വറുത്ത എള്ളാണിത്. നെയ്യ് ആദ്യം പുരട്ടി എള്ളിട്ട് നമുക്ക് ഹലുവ ഇട്ട് കൊടുത്ത് ഇനി മേലെ ഭാഗത്തേക്ക് കൂടി ഒന്ന് വെളുത്ത എള്ള് വിതറി കൊടുത്ത് തണുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹലുവ തിരിച്ചിട്ട് കൊടുത്ത് ഒരു പ്ലേറ്റിലേക്ക്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വെളിച്ചക്കുറവ് കാരണം ഇങ്ങനെ കാണുന്നത്. കട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കറുത്ത ഹലുവ പോലെ തന്നെയായിരുന്നു. നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കാനും നല്ലതാണ്. ചോക്ലേറ്റ് ഹലുവ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക്. ഈ ഹലുവ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.